ലോകത്തിലെ പുരാതനമായ സിവിലൈസേഷൻസിൽ ഒന്നാണ് ഗ്രീക്ക് സിവിലൈസേഷൻ. പുരാതന ഭാരതവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്, ആഴമേറിയ ബന്ധവും സജീവമായ ബന്ധവും ഗ്രീക്കിനുണ്ടായിരുന്നു. വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്കപ്പുറം സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാധീനവും ഈ ബന്ധത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെയും ഗ്രീക്കിലെയും രാജകുടുംബങ്ങൾ തമ്മിൽ വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ആ വിവാഹ ബന്ധം വളരെ ശക്തമായിരുന്നു. ഇത് ഇന്ത്യ ഗ്രീക്ക് ബന്ധം എത്രത്തോളം മികച്ച നിലയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സോ ആ ഗ്രീക്കും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ കാലത്ത് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് തോന്നിപ്പോവാണ്. സമീപകാലത്തായിട്ട് ഗ്രീസുമായിട്ട് ഇന്ത്യ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് പുരാതനമായ സിവിലൈസേഷൻസ് എന്ന നിലയിലുള്ള ബന്ധം കൂടിയാണത്. 2500-3000 വർഷത്തോളമായിട്ടുള്ള സൗഹൃദം കൂടിയാണ് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ളത്. സോ അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പുറത്തു വരുന്നൊരു വാർത്തയുണ്ട്. ഗ്രീസിലെ ഒരു തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തേക്കും എന്നതാണ് ആ വാർത്ത. ഗ്രീസിലെ അലക്സാൻഡ്രു പോളി തുറമുഖമാണ് ഇന്ത്യ ഒരു പക്ഷേ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാന കേന്ദ്രമായിട്ട് ഈ തുറമുഖം മാറുകയാണ്. ഈ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ട് ഗ്രീക്ക് സർക്കാർ ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഗ്രീക്ക് സിറ്റി ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഗ്രീസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെ മാത്രമല്ല, ഈ മേഖലയുടെ തന്നെ തന്ത്രപ്രധാനമായ ഭൂപടത്തെ മാറ്റിമറിക്കും. നേരത്തെയും പല മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതായത് ഈ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം. ഓൾറെഡി നമുക്ക് നമ്മുടെ ഇസ്രായേലിൽ ഹൈഫ തുറമുഖം നമ്മുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ UAE വഴിയും സൗദി വഴിയും ഒക്കെ പോകുന്ന ചരക്ക് നേരെ ഇസ്രായേലിലെത്തുന്നു. അവിടെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള തുറമുഖമായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക. അവിടെ നിന്ന് നേരെ പോകുന്നത് ഗ്രീസിലോട്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് വേണം കരുതാൻ. ലോകത്തെ സുപ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല അതങ്ങ് യൂറോപ്പിൽ വരെ നീളുന്ന തുറമുഖങ്ങളുടെ ഒരു കൺട്രോൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇത് തുറന്നിടുന്നത്. ചൈനയുടെ ആധിപത്യത്തിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. മാത്രമല്ല ഈ അലക്സാൻഡ്രു പോളി തുറമുഖം എന്ന് പറയുന്നത് തന്ത്രപരമായ ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. ഈ തുറമുഖത്തെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വെറും ഒരു വാണിജ്യ കേന്ദ്രം എന്നതിലുപരിയായിട്ട് സൈനിക ഉപകരണങ്ങൾ, ഊർജ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു തുറമുഖമാണ്. കൂടാതെ ഇത് ബാൽക്കൻ രാജ്യങ്ങൾ, അതോടൊപ്പം കിഴക്കൻ യൂറോപ്പ്, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലേക്ക് ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിർണായക കേന്ദ്രമായി കൂടി മാറ്റാൻ കഴിയും. നിലവിൽ തന്നെ അലക്സാൻഡ്രു പോളി ഈ കാരണങ്ങൾ കൊണ്ട് മികച്ച ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു തുറമുഖമാണ്. അതിനെ കൂടുതൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത് എന്നാണ് ഈ ഗ്രീക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഈ തുറമുഖത്തിന്റെ പ്രാധാന്യം ഗണ്യമായി വർദ്ധിച്ചിട്ടുമുണ്ട്. ബദൽ ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും തിരക്കേറിയ പാതകളിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ഭക്ഷ്യക്ഷാമം ലഘൂകരിക്കുന്നതിനുമുള്ള തന്ത്രങ്ങളിൽ ഈ തുറമുഖം ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറിയിട്ടുണ്ട്. അതിനാൽ അലക്സാൻഡ്രു പോളിയുടെ തന്ത്രപ്രധാനമായ പങ്ക് ഗ്രീസിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഇന്ന് വളർന്നിരിക്കുകയാണ്. നേരത്തെ അലക്സാൻഡ്രു പോളി തുറമുഖത്തിന്റെ വിൽപ്പന ഗ്രീക്ക് പ്രധാനമന്ത്രി തടഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സമഗ്രമായ തന്ത്രപരമായ വിലയിരുത്തലുകൾ നടത്താതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തുറമുഖം നിക്ഷേപ പദ്ധതികൾക്ക് കൈമാറുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സർക്കാർ ആ തീരുമാനമെടുത്തത്. അതിനാൽ നിലവിൽ ഒരു ഇന്ത്യൻ കമ്പനിയുമായി ചർച്ചകൾ നടക്കുന്നത് സർക്കാരിന്റെ സമീപനത്തിലുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഷ്യയിൽ ചൈനയുടെ പ്രധാന എതിരാളിയും വളർന്നു വരുന്ന ശക്തിയുമായ ഇന്ത്യ അലക്സാൻഡ്രു പോളി തുറമുഖം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി പോലുള്ള വിപുലമായ തന്ത്രപരമായ ചട്ടക്കൂടുകളുമായിട്ട് ഈ തുറമുഖത്തെ ബന്ധിപ്പിക്കും. ഇതോടെ അലക്സാൻഡ്രു പോളി ഒരു ദേശീയ സ്വത്ത് എന്ന നിലയിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായിട്ട് ഉയർത്തപ്പെടും. വിവിധ പ്രദേശങ്ങളിലുടനീളമുള്ള വ്യാപാര ഊർജ പ്രവാഹങ്ങളുടെ ഒരു ശൃംഖലയിൽ ഇത് അലക്സാൻഡ്രു പോളിയെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ത്യ യൂറോപ്പ് വ്യാപാരത്തിന് സ്യൂയസ് കനാൽ വഴിയുള്ള സമുദ്രമാർഗമാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അലക്സാൻഡ്രു പോളി തുറമുഖം ഇന്ത്യക്ക് ലഭിക്കുന്നത് വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തിന് ഒരു പുതിയ ഹബ്ബ് ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. ബാൽക്കൻ രാജ്യങ്ങളിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും ചരക്കുകൾ എത്തിക്കാൻ ഇതൊരു പ്രധാന താവളമായിട്ട് മാറും. G20 ഉച്ചകോടിക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഒരു വലിയ പദ്ധതിയാണ്. ഇന്ത്യയെ പശ്ചിമേഷ്യ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ഇടനാഴിയിലെ അവസാനത്തെ കണ്ണിയായിട്ട് അലക്സാൻഡ്രു പോളിയെ മാറ്റാൻ ഇന്ത്യക്ക് കഴിയും.
ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ശക്തമായ ഒരു മറുപടിയാകും. മെഡിറ്ററേനിയൻ കടലിൽ പ്രത്യേകിച്ച് ഈജിപ്തിനും തുർക്കിക്കും അടുത്തുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് സാധിക്കും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്പിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ തുറമുഖം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലായാൽ ഊർജ്ജ സുരക്ഷാ നയങ്ങളിലും ഇന്ത്യക്ക് കൂടുതൽ ഇടപെടാനായിട്ട് കഴിയും. ഗ്രീസിലെ തന്നെ പിരയസ് തുറമുഖം ചൈനീസ് കമ്പനിയായ കോസ്കോയാണ് നിയന്ത്രിക്കുന്നത്. യൂറോപ്പിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനിടയിൽ അലക്സാൻഡ്രോപോളിയിലെ ഇന്ത്യയുടെ സാന്നിധ്യം ഭാരതത്തിന് ഒരു തന്ത്രപരമായ ബാലൻസ് നൽകുകയും ചെയ്യും. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് യൂറോപ്യൻ വിപണിയിലേക്ക് കൂടുതൽ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ചരക്കുകൾ എത്തിക്കാൻ അലക്സാൻഡ്രോപോളി സഹായിക്കും. വടക്ക് കിഴക്കൻ ഗ്രീസിലൂടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഇത് അവസരമൊരുക്കും. ചുരുക്കത്തിൽ ഇത് കേവലം ഒരു വാണിജ്യ നിക്ഷേപമല്ല, മറിച്ച് ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിൽ വരാൻ പോകുന്ന വലിയൊരു കുതിച്ചുചാട്ടമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.